രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് റവ കൊണ്ടാണ്. റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന അപ്പമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. നമ്മുടെ ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഈ 1.5 കപ്പ് റവേനെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് അപ്പത്തിന് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഈസ്റ്റ് ചേർക്കണം. അപ്പോൾ 1 ടീസ്പൂണാണ് ഈസ്റ്റ് ചേർക്കേണ്ടത്. ഏത് ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 2 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളം വേണം കേട്ടോ എടുക്കാനും. കാരണം നമ്മുടെ ഇതിൽ ഇട്ട ഈസ്റ്റ് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇളം ചൂടുള്ള വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനും. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിക്കുക. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. താഴെ കൂടെ തന്നെ മിക്സ് ചെയ്യുക. എന്നാലേ വെള്ളം എല്ലാ ഭാഗത്തും ആവുള്ളൂ. അങ്ങനെ മിക്സ് ചെയ്ത് എല്ലാം നല്ല പോലെ ആക്കിയിട്ട് ഈ 2 കപ്പ് വെള്ളവും നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിത് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പോലെ തന്നെ ഇത് അരച്ചിട്ട് എടുക്കാം നമുക്ക്. ഇപ്പോൾ ഞാൻ നല്ലോണം അരച്ചെടുത്തു. അതിനെ നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിനൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒന്ന് അടച്ചിട്ട് വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്താണ്. ഇപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഈസ്റ്റൊക്കെ നല്ലോണം തന്നെ ആക്ടിവേറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാനൊന്നുമില്ല. നമുക്ക് നേരെ ഇതിനെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ മാവ് വേണ്ടത്. നമ്മൾ സാധാരണ ദോശമാവൊക്കെ ഉണ്ടാക്കില്ലേ, അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഞാനിത് ചുട്ടെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിർബന്ധമില്ല, നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഒട്ടി പിടിക്കില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് ഈ ചട്ടി നല്ല ചൂടുണ്ടാവണം. എന്നാലേ ഇതുപോലെ ഇങ്ങനെ ഹോൾസ് വരുള്ളൂ. അപ്പോൾ ചട്ടി നല്ല ചൂടുള്ള സമയത്ത് തന്നെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹോൾസ് വരും. എന്നിട്ട് ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഏകദേശം വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിനൊന്ന് അടച്ചിട്ട് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനൊന്ന് അടച്ച് വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഇനി ഞാനിത് സിമ്മിലേക്ക് ഇടാണ് ഫ്ലെയിം കേട്ടോ. അപ്പോൾ എന്നിട്ട് കുറച്ച് സമയം വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ കുക്കാവും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനതിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ കണ്ടോ നല്ലോണം ഹോൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ പാന് നല്ല ചൂടായിട്ടിരിക്കണം. ഇനി ഒരെണ്ണം നമ്മൾ എടുത്തിട്ട് രണ്ടാമത്തെ ഒഴിക്കുമ്പോഴും ഈ പാന് നല്ല ചൂടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. കാരണം ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഹോൾസ് വരില്ല, അല്ലെങ്കിൽ കുറച്ച് ഹോൾസേ വരുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല നമ്മുടെ ഈ ഒരു അപ്പത്തിന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ചൂട് വേണം. ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ അപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ ഇതിൽ ചേർക്കുന്ന മധുരത്തിൻ്റെ അളവുണ്ടല്ലോ, ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൽ നിറയെ ഹോൾസൊക്കെ ഉണ്ടായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇതുകൊണ്ട് കിട്ടുക. നമ്മൾ ഇതിന് മുമ്പ് വേറൊരു റവ വെച്ചിട്ടുള്ള വേറൊരു ദോശയുടെ റെസിപ്പി ചെയ്തിരുന്നു. അത് നമ്മുടെ ഓട്ടടേനൊക്കെ പോലെ ഉണ്ട് ഒരു ദോശയായിരുന്നു, തേങ്ങയൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഇത് വേറൊരു ടൈപ്പാണ്. ഇത് നല്ല മധുരമല്ല, ചെറിയ മധുരമൊക്കെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. രണ്ടും നല്ല ടേസ്റ്റാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കറികളുടെ കൂടെയൊക്കെ എന്ത് കറിയാണെങ്കിലും, കടലക്കറിയുടെ അല്ലെങ്കിൽ ബീഫ് കറിയോ ചിക്കൻ കറിയോ എന്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.